ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗാർഡൻ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ. അപ്പോൾ അതിൻ്റെ ഗാർഡൻ കുറേ ചെടികളൊക്കെ ഉണങ്ങിപ്പോയി, കുറേ ചെടികളങ്ങ് വല്ലാതെ അങ്ങ് വളർന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുറച്ച് മെയിൻ്റെനൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അത് ഗാർഡൻ്റെ വീഡിയോയും അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. കുറേ എൻ്റെ ബോൺസായൊക്കെ ഉണങ്ങിപ്പോയി. മഴയിൽ നനയാതെ നമ്മൾ ടേബിളിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ നല്ല ഒരു 10 വർഷമായ ചെടിയായിരുന്നു. ഇതുപോലെ നല്ല തളർത്ത് നിന്ന ബോൺസായി ആയിരുന്നു, ഉണങ്ങിപ്പോയി. പിന്നെ ഇതുപോലെ ഒരു ടി വിയുടെ മേലിൽ ഞാനിങ്ങനെ ഒരു 3 പാത്രത്തിൽ മണി പ്ലാന്റ് ആയിരുന്നു വെച്ചിരുന്നത്. അതെല്ലാം ഉണങ്ങിപ്പോയി. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം പിന്നെയും ചെടി വെച്ച് പിടിപ്പിക്കാനാണ്. എന്നാൽ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെടി വയ്ക്കുമ്പോൾ ഇതാണ് ഒരു മെയിൻ പ്രശ്നം. എവിടെയെങ്കിലും പോയാൽ നമ്മുടെ ചെടി വേറെ ആരെങ്കിലും നോക്കാനുണ്ടെങ്കിലും ഇപ്പം ചില ചെടിക്ക് ഒത്തിരി വെള്ളം വേണം, ചിലതിന് വെള്ളം വേണ്ട. ഒരാഴ്ചയ്ക്കൊന്ന് വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ വെറൈറ്റി ചെടിയാകുമ്പം അതിൻ്റെ കെയറും ആ രീതിയിലായിരിക്കണം. അപ്പം വേറെ ആരെങ്കിലും ഏൽപ്പിക്കുമ്പോൾ ഒന്നിൽ വെള്ളം കൂടിപ്പോകും, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചത് ശരിയായില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പം ഞാൻ ഇതിനകത്ത് പിന്നെയും വെള്ളം നനച്ച് കൊടുത്തിട്ട്, മണി പ്ലാന്റ് നേരത്തെ വെച്ചിരുന്നത് വേറെ മണി പ്ലാന്റ് ആയിരുന്നു. ഇപ്പം ഇത് ഒത്തിരി വളർന്ന് നിൽക്കുന്ന മണി പ്ലാന്റ് എടുത്തിട്ട് അത് വെട്ടി ഒന്ന് ഇതിനകത്തെല്ലാം വെക്കാമെന്ന് വിചാരിച്ചു. 3 ടൈപ്പ് മണി പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. ഓരോന്നിലും ഓരോരോ രീതിയിലുള്ള മണി പ്ലാന്റ് വെക്കാനാണ്. ഇത് കൊച്ചു ലീഫുള്ളതാണ്. അപ്പോൾ ഞാനത് വെട്ടി അതിൻ്റെ നടുക്കെല്ലാം ഉണങ്ങിയിരിക്കുമായിരുന്നു. അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് പിന്നെയും ഫ്രഷായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം തളിർത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. മറ്റേ രണ്ടിനകത്തും ഒത്തിരി ലീഫുള്ളതുകൊണ്ട് അതെടുത്ത് മാറ്റിയില്ല, അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോരോ ചെറിയ കമ്പം ഞാൻ ചെറിയ ട്രെയിലുള്ള പോട്ടിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് കംഫർട്ടിൻ്റെ കുപ്പിയാണ്. ഇതിലെങ്ങനെയാണ് ഇതുപോലെ ചെയ്തെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ഇതുപോലെ കുറേ ഡിസ്പോസബിൾ പാത്രത്തിൽ എങ്ങനെയാണ് ചെടി വയ്ക്കുന്നതെന്നുള്ളത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അടുത്ത് കുറച്ച് സാഡാണെങ്കിൽ ഇത് അവക്കാഡോയാണ്. ഇതിൻ്റെ ഒരു അവക്കാഡോയുടെ സീഡ് കിട്ടിയപ്പം ഞാനതൊന്ന് വെച്ച് നോക്കിയതാണ്. നമ്മുടെ ഈ ക്ലൈമറ്റിൽ ഈ മണ്ണിൽ കിളുക്കുമോ എന്നറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഓർത്ത് ഇവിടെ തിരിച്ച് വരുമ്പോൾ അത് ഉണങ്ങിക്കാണുമെന്ന്. പക്ഷെ നല്ലപോലെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇത് ഫാഷൻ ഫ്രൂട്ടാണ്. അതും നല്ലപോലെ കിളുത്ത് വന്നിട്ടുണ്ട്. ഫാഷൻ ഫ്രൂട്ട് 3-4 എണ്ണം ഇപ്പോൾ ഇതിനകത്തുണ്ട്. നല്ല വലിയ ഫാഷൻ ഫ്രൂട്ടാണ്. ഇതെല്ലാം ഞങ്ങളുടെ ഗാർഡനിലുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ. ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഭാഗം ടെറസിൻ്റെ മേലിലാണ്. അതിനകത്തും ഫാഷൻ ഫ്രൂട്ട് കിടപ്പുണ്ട്. പിന്നെ ഇനിയൊരു മറ്റേ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈയായിരുന്നു. സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ കുരു ഞാൻ ഒന്ന് കിളിപ്പിച്ച് നോക്കിയത്. അത് ഞങ്ങളുടെ കിച്ചണിൽ തന്നെയാണ് വെച്ചിരുന്നത്. ഞാനപ്പോൾ ഓർത്ത് 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ അത് ഉണങ്ങിപ്പോകുമെന്ന്. പക്ഷേ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, ഉണങ്ങിയിട്ടില്ല. അടുക്കളയിലാണ് ആദ്യം ഈ തൈയൊക്കെ പിടിപ്പിക്കുന്നതിൻ്റെ എൻ്റെ ഫസ്റ്റ് പ്ലേസ് അതാണ്. പിന്നെ ഇതൊരു ചീരയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ അവിടെ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു മെഡിസിൻ്റെ കുപ്പിയായിരുന്നു, അതിനകത്ത് വെച്ച് പിടിപ്പിച്ചു. ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ലപോലെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിനി ഒരു ചട്ടിയിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഏതായാലും കുറേ ചെടി ഉണങ്ങി ചട്ടി ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് വെച്ച് പിടിപ്പിച്ചിട്ട് നല്ലപോലെ ചീരയായി കഴിഞ്ഞിട്ട് ഇത് കൂട്ടാൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിനകത്ത് വേറെ ചെടി ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയി. അതിൻ്റെ വേരൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് പിന്നെയും ആ മണ്ണ് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഈ ചെടി അതിനകത്ത് വെക്കാനാണ് ഈ ചീര. ഇതിൻ്റെ കമ്പ് ഒടിച്ചൊടിച്ച് കുത്തിയാൽ മതി, നല്ലപോലെ തളിർത്ത് വരും. കമ്പങ്ങ് ഒടിച്ച് വെച്ചാലും കിളുക്കുന്ന, എന്നാലും വേര് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ മണ്ണിനോട് തന്നെ ഇതിനകത്ത് കയറ്റി വെക്കാനാണ്. അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി ആയതുകൊണ്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഈ മണ്ണിൽ വെച്ച് ഇച്ചിരി കൂടെ വേര് പിടിച്ച് കഴിഞ്ഞ് ഇതേ തന്നെ ഓടിച്ചോടിച്ച് സൈഡൊക്കെ കുത്തി വെച്ചാൽ മതി. ഇച്ചിരി നല്ല വീതിയുള്ള ചട്ടി ആയതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി ചീരയാക്കാൻ പറ്റും. നമ്മുടെ ചീര ഇങ്ങനെ ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് പൊന്നാങ്കണ്ണി കീര എന്നാണ് തമിഴിൽ പറയുന്നത്.
കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. മലയാളത്തിൽ ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് അയയ്ക്കുക. ഇനി ഒരു ചെടി ഞാൻ വെച്ചിട്ട് പോയത്, അത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇലയൊക്കെ വാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ലപോലെ വേര് കിളുത്ത് തൈകൾ വേറെ പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ പൂ നല്ല ഓർക്കിഡിൻ്റെ പൂ പോലെ 1 മാസമൊക്കെ ഈ പൂ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ കൈ കിട്ടിയിട്ട് പൂ വന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇത് വീഡിയോയ്ക്കകത്ത് ഇട്ടെന്നേ ഉള്ളൂ. ഒരു പൂ കണ്ടപ്പോൾ ഒരു സന്തോഷമല്ലേ, നമ്മൾ ചെടി നോക്കുമ്പം അതിൻ്റെ ഒരു പൂ വന്ന് കഴിയുമ്പം ഭയങ്കര ഹാപ്പിയാണ്. ഇതൊക്കെ ഉണങ്ങി വന്നതായിരുന്നു. ഇപ്പോൾ ഒരുമാതിരി റെഡിയാക്കിക്കൊണ്ടിരിക്കുക ചെടികളൊക്കെ. അപ്പോൾ ഇനി കുറേ ഗാർഡൻ്റെ വ്യൂസ് നോക്കാം. അഡീനിയം പ്ലാന്റാണ്. കുറേ ഉണങ്ങിപ്പോയി, കുറേ അങ്ങ് മുരടിച്ച് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ പോച്ച കിളുത്ത് നിൽക്കുന്നു. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ഓരോരോ സെക്ഷനായിട്ട് ശരിയാക്കി വരുന്നതേ ഉള്ളൂ. ഇത് പുതിനയാണ്. കുറച്ചൊക്കെ ഉണങ്ങിയായിരുന്നു, എന്നാലും ഒരു ചെറിയ പച്ചപ്പുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നതുകൊണ്ട്. പിന്നെ ഇത് ഒരു സക്കുലൻറ്റ് പ്ലാന്റാണ്. അതിൻ്റെ മണ്ണെല്ലാം പോയി, ആ ചെടിയെല്ലാം താഴെ കിടക്കുമായിരുന്നു, എന്നാലും പിടിപ്പിച്ച് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയുമായിട്ട്